എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 പുതുവർഷം മിഥുനം രാശിക്കാർക്ക് അല്ലെങ്കിൽ മിഥുന കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത്. മകരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഈ രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ പുതുവർഷഫലം പറയുന്നതിന് മുൻപ് ഇവരുടെ സമീപ കാലം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഈ പുതിയ വർഷത്തെപ്പറ്റി കൂടുതൽ വ്യക്തത കിട്ടും. ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇവർ 2023 വരെയുള്ള ഒരു കാലഘട്ടം, അതിന് പിറകിലേക്ക് 5 വർഷ കാലഘട്ടം കണ്ടകശനിയും തുടർന്ന് അഷ്ടമശനിയായിട്ട് 5 വർഷത്തെ ഒരു ദുരിതം അനുഭവിച്ച രാശിക്കാരാണ് ഈ മിഥുനം രാശിക്കാർ. അത് കണ്ടകശനി നമ്മുടെ ചന്ദ്രരാശിയിൽ നിന്ന്, ചന്ദ്രരാശി തന്നെയാണ് ഈ കൂറെന്ന് പറയുന്നത്, അത് ചന്ദ്രലഗ്നം എന്ന് പറയും. ആ രാശിയിൽ നിന്ന് 4, 7, 10 എന്നീ കേന്ദ്രങ്ങളിൽ ശനി വരുന്നതാണ് കണ്ടകശനി. 2.5 വർഷമാണ് വരുന്നത്. അത് 4 വരുമ്പോൾ മാതൃദുരിതം, 7 വരുമ്പോൾ കളത്ര ദുരിതം, 10 വരുമ്പോൾ അവനവന് തന്നെ ദുരിതം എന്നാണ് അതിൻ്റെ ഫലം വരുന്നത്. അപ്പോൾ 4ാം രാശി മാതാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാതൃദുരിതം, 7ാം രാശി കളത്രവും ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കളത്ര ദുരിതം, 10ാം രാശി അവനവൻ്റെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവനവന് തന്നെ ദുരിതം. ഇതൊക്കെയാണ് എൻ്റെ ഫലങ്ങൾ. അതിൽ തന്നെ 7ൽ കണ്ടകശനി ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവനവൻ്റെ ചന്ദ്രരാശിയിൽ നിന്ന് 7ാം രാശി കണ്ടകശനി വരുമ്പോൾ ആ കണ്ടകശനി കഴിഞ്ഞ് വീണ്ടും വരുന്നത് കണ്ടകശനി പോലെ തന്നെ ഒരു ദോഷമാണ്. അതിന് അഷ്ടമശനി എന്ന് പറയും. അപ്പോൾ ഈ രാശിക്കാർക്ക് 2023 ഈ 5 വർഷമായിട്ടുള്ള കണ്ടകശനി അഷ്ടമശനി ദോഷം ഒഴിഞ്ഞത്. അങ്ങനെ ഒരു 2023 അവർക്ക് ആ ദോഷം ഒഴിഞ്ഞത്. അപ്പോൾ 23 ശനി അഷ്ടമം എന്ന ഭാവത്തിൽ നിന്ന് 9 എന്ന ഭാവത്തിലേക്ക് പകർന്നു. അങ്ങനെ 9 എന്ന ഭാവത്തിലേക്ക് പകരുകയും 2-3 മാസത്തിന് ശേഷം 2023 ഏപ്രിൽ അവർക്ക് സർവ്വ അഭീഷ്ട സ്ഥാനമായ 11ലേക്ക് വ്യാഴവും പകർന്നു, 9ലേക്ക് ശനിയും നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സമയം 2023-24 വരെയുള്ള സമയം അവർക്ക് വളരെ നല്ലതായിരുന്നു. 2024 സംഭവിക്കുന്നത് 9 തന്നെ ശനി തുടരുകയാണ്. ശനി 9 ഈ മനസ്സിലാക്കേണ്ട കാര്യം, ശനി 6, 9 5, 9 എന്നീ ത്രികോണ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മധ്യമഫലമാണ്. അതിന് പ്രത്യേകിച്ച് ദോഷങ്ങളില്ല. അത്ര നല്ല ഫലങ്ങളും 3, 6, 11 എന്നീ ഉപജയഭാവങ്ങളെ പോലെ നല്ല ഫലങ്ങളല്ല നൽകുന്ന ത്രികോണങ്ങളിൽ 5, 9. അപ്പോൾ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ശനി കൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. 9 ഭാഗ്യത്തിന് അല്പം കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. 5ൽ ചെറിയ മനോവിഷമം ഉണ്ടാവുക എന്നുള്ളതാണ്. മനോവിഷത്തിന് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം ഉണ്ടാവുക എന്നുള്ള ഒരു ചെറിയ ദോഷം മാത്രമേ ഉള്ളൂ. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു രാശിയിൽ ശനി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ഈ വർഷം 2024 ഏപ്രിലിൽ 12ാം രാശി വ്യയസ്ഥാനത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവർക്കൊരു സമ്മിശ്ര ഫലമാണ് വരുന്നത്. അതായത് ഒരുപാട് ചിലവുകൾ വരിക, പ്രതീക്ഷിക്കാത്ത ഓരോ ചിലവുകൾ വരിക എന്നൊരു ഫലമല്ലാതെ മറ്റ് ദോഷഫലങ്ങൾ, 12ാം രാശിയുടെ ദോഷഫലങ്ങൾ ഒരു ദുസ്ഥാനമാണ് 12. അവിടെ ദോഷഫലങ്ങൾ പറയേണ്ടതാണ്. വീഴ്ച, ആക്സിഡൻറ്റുകൾ, കാലക്കേടുകൾ, ആപത്തുകളൊക്കെ പറയേണ്ടതാണ്. പക്ഷേ ശനിയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർക്കത് അത്രയും അധികം ദോഷം പറയേണ്ടതില്ല. ഈ രാശിക്കാർക്ക് ഒരു ആശ്വാസത്തിൻ്റെ കാലത്തിലൂടെ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചിലവുകൾ വരുന്നു. ചെറിയ ചെറിയ മനോദുഃഖങ്ങളും ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും അത്ര കണ്ട് കാലദോഷങ്ങളില്ല. ശനിയും വ്യാഴം ഒരുമിച്ച് മറയുമ്പോഴാണ്, ഒരുമിച്ച് ഒരു ദോഷം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി കാലദോഷത്തിലാകപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടുത്ത ദോഷമൊന്നും ഈ രാശിക്കാർക്ക് പറയേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഒക്ടോബർ 9-ാം തീയതി മുതൽ 12ാം രാശിയിൽ ദുസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വക്രഗതി പ്രാപിച്ച 11ാം രാശിയുടെ ഫലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 9ാം രാശിയിൽ നവംബർ 15-ാം തീയതി മുതൽ ശനി നേർഗതിയിലുണ്ട്. 9ാം രാശിയിൽ ശനി നേർഗതിയിൽ, വ്യാഴം വക്രഗതിയിൽ 11ാം രാശിയുടെ ഫലത്തെ ചെയ്യുന്നു. അപ്പോൾ 11ാം സ്ഥാനം ലാഭസ്ഥാനമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാശിക്കാർക്ക്. ഒരു സന്തോഷം, കുടുംബത്തിലും തൊഴിലിലൊക്കെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, തൊഴിലും നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് പേഴ്സണൽ ജീവിതവും തൊഴിലൊക്കെ നന്നായിട്ട് പോകുന്നൊരു സമയം. അതിലൂടെയാണ് ഈ രാശിക്കാർ ഇപ്പോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് പുതുവർഷം 2025 പുതുവർഷം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതുവർഷ ഫലങ്ങൾ ഈ രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. പുതുവർഷം പിറക്കുന്ന ആദ്യ മാസം ഇവർക്ക് വ്യാഴം വക്രഗതിയിൽ തന്നെ തുടരുന്നു. 11ൻ്റെ ഫലങ്ങളെ ചെയ്ത് ശനി 9ൽ നേർഗതിയിൽ തന്നെ തുടരുന്നു. അപ്പോൾ ജനുവരി മാസം ഇവർക്ക് അനുകൂലം തന്നെയാണ്. ഫെബ്രുവരി മാസം ഇവർക്ക് ഫെബ്രുവരി 4-ാം തീയതി വ്യാഴം വക്രഗതിയെ വെടിഞ്ഞ് വീണ്ടും 12ാം രാശിയിലേക്ക് വരുന്നു. 12ാം രാശിയിലേക്ക് വരികയും ശനി നേർഗതി തുടരുകയും ചെയ്യുന്നു ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ ഫെബ്രുവരി മാസത്തോടെ ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യാഴത്തിൻ്റെ ഒരു സൗഭാഗ്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുറവുകൾ വരും. വീണ്ടും വ്യാഴം 12ാം രാശിയിലേക്ക് നേർഗതിയിൽ വരുന്നു, ശനിയും 9ൽ നേർഗതിയിൽ. അപ്പോൾ അവർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളെ പറയണം. വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. എന്തെങ്കിലും ശനിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് അങ്ങനെ അല്ലാണ്ട് മുമ്പോട്ട് പോകും.
അതുതന്നെയാണ് ഫെബ്രുവരി മാർച്ചും അവസ്ഥ. ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ഫെബ്രുവരി മാർച്ച് പറയേണ്ടത്. ജനുവരി വളരെ നല്ല ഫലങ്ങൾ തന്നെ പറയണം. മാർച്ച് മാസം അവസാനത്തോടുകൂടി മാർച്ച് 29 ശനി 10ാം രാശിയിലേക്ക് പോവുകയാണ്. അതായത് മിഥുനത്തിൻ്റെ 10ാം രാശിയായ മീനത്തിലേക്ക് ശനി സംക്രമിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് വീണ്ടും കണ്ടകശനിയുടെ ആരംഭമാണ്. അപ്പോൾ ഏപ്രിൽ മാസം ഇവർക്ക് ചെറിയ തോതിലുള്ള ഒരു അരിഷ്ടതകൾ കണ്ടു തുടങ്ങും. അതിൻ്റെ കാരണം കണ്ടകശനി ആരംഭിച്ചു എന്നുള്ളതാണ്. എങ്കിൽ പോലും കണ്ടകശനി ആരംഭിക്കുകയും വ്യാഴം 12ാം രാശി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏപ്രിൽ മെയ് 15ാം തീയതിയാണ് വ്യാഴം അടുത്ത രാശിയിലേക്ക് മാറുന്നത്, ജന്മവ്യാഴത്തിലേക്ക്. അപ്പോൾ ഇവർക്ക് ഏപ്രിൽ മുതൽ മെയ് 15ാം തീയതി വരെ ഉള്ള സമയം ഒരു കുറച്ചുകൂടി സമ്മിശ്ര ഫലങ്ങളെന്നല്ല, അല്പം ദോഷം കൂടിയ സമയമായിരിക്കും. എങ്കിൽ പോലും 12ാം രാശിയിലെ വ്യാഴവും അതുപോലെ തന്നെ കണ്ടകശനി ചെയ്തിരിക്കുന്ന ശനി അതിൻ്റെ ഫലം നൽകുന്നത് വളരെ മന്ദഗതിയിലാണ്. ശനിയെ ഗ്രഹനിൽ അടയാളപ്പെടുത്തുന്ന മാ എന്നാണ്. മന്ദൻ എന്ന പേരിൻ്റെ ചുരുക്കെഴുത്താണ് മാ. അപ്പോൾ വളരെ സാവധാനം 2.5 വർഷം എടുക്കും ഒരു രാശിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നമ്മൾ മാർച്ച് 29 മാറി അതിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അല്പം താമസിക്കും. എങ്കിൽ പോലും ഇവർക്ക് ഏപ്രിൽ മാസവും മെയ് ആദ്യ പകുതിയോളം വലിയൊരു തിരിച്ചടിക്ക് സാധ്യതയില്ല. എന്നാൽ മെയ് മാസം എത്തിക്കഴിയുമ്പോൾ, മെയ് മാസത്തിൻ്റെ 2ാം പകുതി പ്രത്യേകിച്ച് എത്തുമ്പോൾ നമുക്ക് വ്യാഴം 12ാം രാശിയിൽ നിൽക്കുന്ന വ്യാഴം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ജന്മരാശിയിലേക്ക് വ്യാഴം മാറുന്നു. ഇവിടെ കണ്ടകശനി കുറച്ച് ശക്തി പ്രാപിക്കുന്നു. കണ്ടകശനിയുടെ അതിൻ്റെ ഒരു സ്ട്രെങ്തിലേക്ക് ആ ശനി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മെയ്യുടെ പകുതി മുതൽക്ക് ഈ രാശിക്കാർക്ക്, പ്രത്യേകിച്ച് ജൂൺ മുതൽക്ക്, വർഷത്തിൻ്റെ 2ാം പകുതിയോട് അടുപ്പിച്ചിട്ട് ഇവരൊരു ചെറിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മെയ് 18ാം തീയതി രാഹു കേതുക്കളുടെ രാശി മാറ്റമുണ്ട്. മെയ് 18ാം തീയതി രാഹു ഇപ്പോൾ നിൽക്കുന്ന രാശി മീനം രാശിയാണ്. ഇവരുടെ മീനം രാശിയിൽ നിന്നിട്ട് ഇവരുടെ 9ാം ഭാഗ്യസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിലേക്ക് രാഹു മെയ് മാസത്തിൽ രാശി മാറും. അതേപോലെ തന്നെ ഇവരുടെ 4ാം രാശിയായിട്ടുള്ള കന്നിയിൽ നിൽക്കുന്ന കേതു ഇവരുടെ 3ാം രാശിയായിട്ടുള്ള ചിങ്ങത്തിലേക്ക് മാറും. കേതു 3ലേക്ക് വരുന്ന നല്ലതും രാഹു 9ലേക്ക് വരുന്ന അല്പം ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ വർഷത്തിൻ്റെ 2ാം പകുതി മെയ് 15ാം തീയതി മുതൽക്ക് ഏകദേശം ഒക്ടോബർ വരെ ഉള്ള സമയം ഇവർക്ക് അല്പം പരീക്ഷണഘട്ടമായിരിക്കും ഈ രാശിക്കാർക്ക്. എന്നിരുന്നാൽ തന്നെ ഒക്ടോബർ 31 കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ മാസം ശരാശരി ഫലങ്ങളെ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും. എങ്കിലും വർഷത്തിൻ്റെ 2ാം പകുതി മെയ് 15ാം തീയതിക്ക് ശേഷം മിഥുനം രാശിക്കാർക്ക് ഒക്ടോബർ മാസം അവസാനം വരെ അല്പം ബുദ്ധിമുട്ടേറിയ സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മെയ് 15ാം തീയതി വരെയുള്ള സമയം, പ്രത്യേകിച്ച് മാർച്ച് അവസാനിക്കുന്ന വരെയുള്ള സമയത്ത് കൊണ്ടിട്ട് തന്നെ നമുക്കൊന്ന് സെറ്റിലാവാനുള്ള കാര്യങ്ങൾ മുൻപേ തന്നെ നോക്കി വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തുള്ള ഒരു അനുകൂല സമയം നമ്മൾ ആസ്വദിച്ച് കളയാതെ ഒന്ന് ജസ്റ്റ് നമ്മുടെ അടുത്ത എന്താ പറയുക, സമ്പത്ത് കാലത്ത് തെത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഒന്ന് കരുതി വയ്ക്കുക. നല്ല സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കുറച്ചൊക്കെ ഒന്ന് കരുതി വയ്ക്കുക. ഭാവിക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. നമ്മുടെ സമയം ഒന്ന് അല്പം ചലഞ്ചിങ്ങായ സമയം വരുമ്പോൾ അതൊന്ന് ആസൂത്രണം ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെ നന്നായിരിക്കും. ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നത്, പലരും വിചാരിക്കുന്നത് ഇതൊക്കെ മുൻകൂട്ടി പറയുന്നത്, ചില കമൻസ് കേൾക്കാറുണ്ട്, അത് മുൻകൂട്ടി പറയുന്നതിന് ടെൻഷൻ ആക്കാനാണോ എന്ന് ചോദിക്കുന്നത്. അല്ല, നമ്മൾ മുൻകൂട്ടി അറിയുന്ന സമയത്തുള്ള ടെൻഷനേ ഉള്ളൂ. പിന്നീട് നമുക്കതിന് തയ്യാറെടുക്കാൻ മനസ്സ് സജ്ജമാവും. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ, അങ്ങനെ സജ്ജമാകും. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനു വേണ്ടിയാണ് പറയുന്നത്. നമ്മളതിന് എന്തും ജീവിതം ദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ നമ്മളതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നല്ല പറഞ്ഞത്, അല്പം സമ്മർദ്ദമുള്ള പീരീഡ്, ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പീരീഡായിരിക്കും 2ാം പകുതി. അപ്പോൾ അതിനായിട്ട് മിഥുനം രാശിക്കാരൊന്ന് തയ്യാറെടുത്തിരിക്കുക. വരുന്ന അടുത്ത വ്യാഴത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വളരെ നല്ല ധനസ്ഥാനത്തേക്കാണ് മാറുന്നത്. അങ്ങനെ നല്ല കാലങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ മെയ് 15ാം തീയതി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലവും അതിനുശേഷം അല്പം പ്രതികൂലത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നിങ്ങളുടെ പുതുവർഷഫലം. അപ്പോൾ ഇതിൻ്റെ പരിഹാരാർത്ഥം ഫെബ്രുവരി 4ാം തീയതിക്ക് ശേഷം വ്യാഴം 12ാം രാശിയിലേക്ക് ദുസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട്, നേർഗതിയിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ച ദർശിച്ചിട്ട് പാൽപായസം, തൃക്കൈ വെണ്ണ, അങ്ങനെയുള്ള കദളിപ്പഴ നിവേദ്യം, മഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ സമർപ്പിച്ച് ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ മാർച്ച് 29 കണ്ടകശനി ആരംഭിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരനോ ശാസ്താവിനോ ഒക്കെ നീലപ്പട്ട് സമർപ്പിച്ച് നീലാഞ്ജന സമാനാഭം എന്നാണ് അതിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ശനീശ്വരൻ്റെ നിറവും നീലയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നീലപ്പട്ട് സമർപ്പിച്ച് ശനീശ്വര പ്രീതി വരുത്താം.
ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശാസ്താക്ഷേത്രത്തിൽ നീലപ്പട്ട് സമർപ്പിക്കാം. എന്നിട്ട് ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാം. നേരിട്ട് പോവുകയാണെങ്കിൽ എള്ളുകിഴി വഴിപാടും അവിടെ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ച് ശാസ്താപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തിക്കൊള്ളുക എന്നുള്ളതാണ് ഈ രാശിക്കാർ ചെയ്യേണ്ടത്. അപ്പം മിഥുന രാശിക്കാർക്ക് ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉള്ള കുറച്ച് വെല്ലുവിളികളെ നേരിടാനുള്ള മനധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ഈശ്വരാധീനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മിഥുന രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.